நான் ஒரு கதை சொல்லட்டுமா? ഒരു പേയ് കഥ. എൻ്റെ സൗഹൃദങ്ങൾ ഞാൻ പുതുതായി ഉണ്ടാക്കിയെടുക്കാനോ കഷ്ടപ്പെട്ട് നിലനിർത്താനോ ശ്രമിക്കുന്ന ഒരാളല്ല. എൻ്റെ സൗഹൃദങ്ങൾ വിരലിലെണ്ണാവുന്നവരായിരിക്കാം. എന്നാലും എൻ്റെ ചിന്തകളോടും കൗതുകങ്ങളോടും സാമ്യമുള്ളവർ എൻ്റെ ഒരു വലയത്തിനുള്ളിൽ എപ്പോഴും നിലനിൽക്കാറുണ്ട്. ജോലിയിലെ ഒരു ഓഫ് ഡേയിൽ ക്വാർട്ടേഴ്സിലെ നേരം പോക്ക് സംസാരത്തിനിടയിലാണ് അറിയാതെ തന്നെ സംഭാഷണം പാരാസൈക്കോളജിയിലേക്ക് വഴിമാറിയത്. സംസാരം നീണ്ടു. പ്രൊഫസർ വി ജോർജ് മാത്യു സാറിൻ്റെ വീഡിയോകളെക്കുറിച്ച് ചർച്ച പോകുമ്പോഴാണ് സുഹൃത്തായ ശരത്തേട്ടൻ്റെ വായിൽ നിന്ന് ഒരു വിചിത്രമായ വിവരം കേൾക്കാനിടയായത്. സെമിത്തേരി ഇല്ലാത്ത ഒരു കല്ലറയെക്കുറിച്ച്. ഹിസ്റ്ററിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റും ഒരു ചരിത്ര അന്വേഷകനുമായ അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ജോലിക്കിടയിൽ കണ്ട ആ കല്ലറയുടെ പഴക്കം വല്ലാതെ ആകർഷിച്ചിരുന്നുവെന്ന് പറഞ്ഞപ്പോൾ എനിക്കും അതിനെക്കുറിച്ചറിയാൻ കൂടുതൽ താല്പര്യം തോന്നി. അങ്ങനെയെങ്കിൽ നമുക്ക് അതൊന്ന് കണ്ടുവരാം എന്നായി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര തുടങ്ങി. ഹൈവേ മാർഗം പോയാലും അവസാനം കുറച്ച് ഉൾവഴികളിലൂടെ സഞ്ചരിക്കണമെന്ന് മൂപ്പര് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഹൈവേ വിട്ട് പൂർണ്ണമായും ഉൾവഴികളിലൂടെ പോവാം. ബുള്ളറ്റ് ശരത്തേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എൻ്റെ ഉദ്ദേശം വീഡിയോ പകർത്തലും കൂടിയായിരുന്നു. യാത്രയിൽ തമിഴ്നാടിൻ്റെ പ്രാന്തപ്രദേശങ്ങളും കരിമ്പനകളുടെ ഇടയിലൂടെ നീളുന്ന വഴികളും കടന്നു പോകുമ്പോൾ മനസ്സിലൊരു ചെറിയ ടെൻഷൻ വന്നു എന്നൊരു സംശയം. കഴിഞ്ഞ ദിവസത്തെ പാരാസൈക്കോളജി ചർച്ച ഇനിയും തലയിൽ കിടക്കുന്നു. അങ്ങനെ ഏറെ ദൂരം സഞ്ചരിച്ച ശേഷം ഒരു ചെറിയ ടീ കടയിൽ നിന്ന് 2 സ്ട്രോങ് നാട്ടുചക്കര ചായ അത് കുടിച്ച് വീണ്ടും യാത്ര തുടർന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഒരു മൺപാതയിലൂടെ തിരിയണം. അവിടെ നിന്ന് ഇനി നടക്കാമെന്നായി. വഴി അറിയുന്ന ശരത്തേട്ടൻ മുന്നിൽ നടന്നു. മുട്ടോളം ഉയരമുള്ള സ്വർണ്ണ നിറമുള്ള പുല്ലുകൾ വകഞ്ഞു മാറ്റി ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അകലെ ചെറിയ നിർമ്മിതിയുടെ മേൽഭാഗം കണ്ണിൽപ്പെടാൻ തുടങ്ങി. അത് ഒരു ആശ്വാസം തന്നെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞു, ശ്രദ്ധിച്ച് നടക്കണം. അപ്പോഴാണ് മനസ്സിലായത് 40 മീറ്ററിലധികം താഴ്ചയുള്ള ഒരു പഴയ കിണറിൻ്റെ അരികിലൂടെയാണ് ഞങ്ങൾ നടന്നിരുന്നത്. കല്ലറയിലെ ഒറ്റ കരിങ്കല്ലിൽ തീർത്ത കുരിശിൽ കൊത്തിവെച്ചിരിക്കുന്നത് വായിച്ചപ്പോൾ മനസ്സിലായി, 1910 ഏപ്രിലിൽ ബ്രിട്ടീഷ് റെയിൽവേ എഞ്ചിനീയറായ വെയിൽ എന്ന വ്യക്തിയാണ് ഈ കല്ലറയും കുരിശും പുനർനിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം ചെലവാക്കി. ഒരു റെയിൽവേ എഞ്ചിനീയർ 1868 മരണമടഞ്ഞ മിസിസ് മേച്ചറിന് എന്തിനാണ് ഇങ്ങനെ ഒരു ശവക്കല്ലറ നിർമ്മിച്ചത്? ആ ചോദ്യം തന്നെയാണ് എൻ്റെ മനസ്സിൽ കൂടുതൽ അന്വേഷിക്കാനുള്ള ആഗ്രഹം ജനിപ്പിച്ചത്. ആരോട് ചോദിക്കും? അപ്പോഴാണ് ശരത്തേട്ടൻ അങ്ങ് അകലെ ആടുമേയ്ക്കുന്ന വൃദ്ധ ദമ്പതികളെ ചൂണ്ടിക്കാണിക്കുന്നത്. അവരിൽ നിന്ന്